മലപ്പുറം എടക്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം. സോളാർ ഫെൻസിംഗ് തകർത്താണ് ആനകൾ ജനവാസ കേന്ദ്രത്തിൽ എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ വരെ മേഖലയിൽ 4 ആനകൾ ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, മലപ്പുറത്ത് കാട്ടാന ആക്രമണം തുടരുന്ന പ്രദേശമാണ് എടക്കര. അവിടെ ജനവാസ കേന്ദ്രത്തിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നു. സോളാർ ഫെൻസിംഗ് ഒക്കെ ആനകൾ തകർത്തിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, മലപ്പുറം എടക്കരയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. 4 കാട്ടാനകളാണ് ഇവിടെ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നത്. ഫെൻസിംഗ് അടക്കം തകർത്തുകൊണ്ടാണ് കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് വനപ്രദേശം കൂടിയാണ്. അതിന് വനത്തിനോട് 100 മീറ്റർ ഇപ്പുറത്താണ് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഇടം ഉള്ളത്. ഉണിച്ചന്തം, എടക്കരയിലെ ഉണിച്ചന്തം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കാട്ടാനകൾ കൂട്ടമായി എത്തിയത്. പിന്നീട് കാട് കയറുകയാണ് ഉണ്ടായത്. ഈ മേഖലയിൽ പല സമയത്തും ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. ഇത് കാര്യക്ഷമമല്ലാത്ത അല്ലെങ്കിൽ ഗുണമില്ലാത്ത, ശക്തി ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഫെൻസിംഗ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ മാറ്റി പകരം ശക്തമായ അല്ലെങ്കിൽ ഉറപ്പുള്ള ഫെൻസിംഗ് സ്ഥാപിക്കണം എന്നൊരു ആവശ്യം നേരത്തെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് താൽക്കാലിക പ്രതിഷേധത്തിനിടെ ഒരു തട്ടിക്കൂട്ട് ഫെൻസിംഗ് ഇവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, ഈ നിലമ്പൂർ ഭാഗങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ ഉറപ്പില്ലാത്ത ഫെൻസിംഗ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാട്ടാനകൾ ഫെൻസിംഗ് അടക്കം തകർത്തുകൊണ്ട് ഇപ്പൊ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. മുൻപ് ഈ എടക്കര പ്രദേശത്ത് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവം അടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ മറ്റ് കരുളായിയിലും മറ്റു കരുവാരക്കുണ്ട് അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിൽ അടക്കം ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയാണ്. ജനങ്ങൾക്കു നേരെയുള്ള ആക്രമണത്തിന് പുറമെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ കൂടി തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ വലിയ ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ കഴിയുന്നത്. എന്നിട്ടും കൃത്യമായ നടപടികൾ ഇല്ലാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. വിനോദ്, മലപ്പുറം എടക്കര മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.